കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന കലാകാരന്മാർക്ക് ഈ വേദികൾ എന്നും നല്ല ഓർമ്മകൾ കൂടിയാണ്. ഭരതനാട്യ വേദിയിലെത്തിയ അദ്രിജ പണിക്കർക്കും അത് അങ്ങനെ തന്നെയാണ്. കലയെ നെഞ്ചോട് ചേർത്ത ഈ നർത്തകി കലോത്സവ വേദിയിലെ ആദ്യ ട്രാൻസ് വിധികർത്താവ് കൂടി ആയിരുന്നു. നർത്തകി, അധ്യാപിക, അതിനൊക്കെ പുറമെ എന്റെ പുറകിലേക്ക് നീ ഗസ്റ്റ് കുറച്ച് സ്പെഷ്യലാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിധികർത്താവാണ് കലോത്സവങ്ങളിലെ അദ്രിജ പണിക്കർ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ട ഒരു പോരാട്ടത്തിൻ്റെ ഫലം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 2022 കേരളത്തിൽ നിന്നുള്ള ആദ്യ ട്രാൻസ് യുവതി ഹൂസ് ബീങ് നാഷണൽ അവാർഡിൻ്റെ ജൂറി ആകുന്നത് ഞാനായിരുന്നു. അതിനുശേഷം ഇതുപോലെ കേരള കലോത്സവ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന രീതിയിൽ ഒരു വിധികർത്താവാകാൻ ഒരു അവസരം ലഭിക്കുന്ന ആ കോള് വരുമ്പോൾ തന്നെ I felt so proud. Focus ചെയ്യുന്നത് ഏതിലാണ്? I'm basically a Bharatanatyam dancer. I'm a Doordarshan A-grade artist in Bharatanatyam. Also Central Government സ്പിക്മക്കായുടെ ഭരതനാട്യം എംപാനൽഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഭരതനാട്യമാണ് എൻ്റെ കുട്ടിക്ക്, ഭരതനാട്യത്തിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഈ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സഞ്ചാരം എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്കിൽ കൂടി ഒരു സ്ട്രഗ്ലിങ്ങിൻ്റെ പീരീഡായിരുന്നു, സർവൈവലിൻ്റെ പീരീഡായിരുന്നു, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയലിൻ്റെ പീരീഡായിരുന്നു. സ്വന്തം സ്വത്വബോധത്തിൽ ഞാൻ എന്താണോ അങ്ങനെ ജീവിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ, ഒരു ഡിസിഷൻ്റെ കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. അദ്രിജ ഒരുപാട് കാലമായിട്ട് കലോത്സവ വേദികളിലുള്ള ആളാണ്. അന്നത്തെ ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ ഈ 2025 ആയി നിൽക്കുമ്പോൾ എത്രത്തോളം മാറ്റം വന്നിട്ട്, പോസിറ്റീവായ മാറ്റം വന്നിട്ട്? പോസിറ്റീവായ മാറ്റം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഒരു വിധം ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫെയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വിധം. പിന്നെ അത് കഴിഞ്ഞ് ഈ കലോത്സവ വേദികളിൽ ഞാനൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അടികളുണ്ട്. പാരൻസും ഡാൻസ് ടീച്ചേഴ്സും തമ്മിലുള്ള അടിബഹളം ഇപ്പോൾ അത് കാണാനില്ല, അത് കുറഞ്ഞിട്ടുണ്ട്. കലോത്സവ ഐറ്റങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ട് ഇന്ന് വ്യത്യസ്തങ്ങളായ കൺസെപ്റ്റുകൾ, വ്യത്യസ്തങ്ങളായ കണ്ടക്സ്റ്റുകളൊക്കെ കലോത്സവ ഇനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ താങ്ക് യു അദ്രിജ. എന്തായാലും ഒരു ഇൻസ്പിറേഷൻ ആണ് എപ്പോഴും. അത് നർത്തകി ആയിട്ടാണെങ്കിലും എഴുത്തുകാരി ആയിട്ടാണെങ്കിലും അത് ഭയങ്കര പ്രൗഡ് ഓഫ് യു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാണ് അദ്രിജ, കലോത്സവ വേദികളിലൂടെ വന്ന ഒരാളാണ്. അതിനപ്പുറം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്, ഏതൊരാൾക്കും. അതിപ്പോൾ കലയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെ വളരെയധികം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള അദ്രിജയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഐഷത്തുൽ ഷംന, News 18.